ഇനിയൊരു വൻ നേഴ്സിംഗ് തട്ടിപ്പിന്റെ വാർത്തയിലേക്കാണ്. കോട്ടയം കേന്ദ്രീകരിച്ചാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത്. ചങ്ങനാശ്ശേരി സ്വദേശിയും കനേഡിയൻ പൗരനുമായ ജെയിംസ് കുട്ടി കുര്യാക്കോസിനെ ചിങ്ങവനം പോലീസ് പിടികൂടി. ഇയാൾക്കെതിരെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം 55ഓളം കേസുകളുണ്ട്. സംസ്ഥാനത്താകെ 12ഓളം പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ കേസുകളുണ്ടെന്നാണ് വിവരം. എമിഗ്രേഷൻ വിഭാഗത്തിന്റെ സഹായത്തോടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നാണ് ജെയിംസ് കുട്ടിയെ പോലീസ് പിടികൂടിയത്. ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, സംസ്ഥാനത്താകെ 12ഓളം പോലീസ് സ്റ്റേഷനുകളിൽ കേസ്, അതിൽ ഒരൊറ്റ പോലീസ് സ്റ്റേഷൻ, അതായത് കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം 55 കേസുകൾ. അങ്ങനെയെങ്കിൽ എത്ര പേരെ ഇയാൾ കബളിപ്പിച്ചിട്ടുണ്ട്? എത്ര നാളായി ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട്? പ്രതിയെ കേന്ദ്രീകരിച്ച് ആണ് ഇയാൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നാണ് പിടികൂടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാൾ രാജ്യം വിടാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കടന്നു കളഞ്ഞതാണോ? അതിനിടെയാണോ പിടിയിലായത്? ടോമ്, രാജ്യത്തേക്ക് കടന്നു വരാനുള്ള ശ്രമമായിരുന്നു. ആ സമയത്താണ് പിടിയിലായത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് നൽകിയിരുന്നതാണ്. കഴിഞ്ഞ 1-2 വർഷമായി കേസുകൾ നടക്കുന്നതാണ്. ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR പ്രകാരമാണ് ഏതാണ്ട് 4.5 ലക്ഷത്തോളം രൂപയുടെ നഴ്സിംഗ് തട്ടിപ്പിലാണ് ആദ്യം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 55ഓളം കേസുകൾ എന്ന് പറയുമ്പോൾ 55ഓളം ആളുകളുടെ പരാതികളാണുള്ളത്. മൊത്തത്തിലാകെ 18 FIRകൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു കൃത്യമായ കണക്കല്ല ടോം, കാരണം പുതിയ പരാതിക്കാർ വരുന്നു. ഇയാൾ പിടിയിലായെന്നറിഞ്ഞ് പുതിയ പരാതിക്കാർ വരുന്നു. ഈ പരാതിക്കാരിൽ വളരെ അപൂർവം ഒരാൾ മാത്രമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പരാതിക്കാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അവർക്കൊക്കെയും ഈ സ്വന്തം പണം നഷ്ടമായി എന്നുള്ളതിൻ്റെ വലിയ നാണക്കേടിൽ അവർ കഴിയുന്ന ഒരു സാഹചര്യമാണല്ലോ. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വലിയ പ്രതിസന്ധി നേരിടുന്നവരാണ് അവരിൽ പലരും. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടവർ എല്ലാവരും പരാതി നൽകുമോ എന്ന് പോലും വ്യക്തമല്ല. ആകെ 73 പേർ സംസ്ഥാനത്തൊട്ടാകെ പരാതിയുമായി തട്ടിപ്പിനിരയായതായാണ് ഇപ്പോൾ പോലീസ് ചിങ്ങവനം CAയുടെ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. പ്രദീപിന്റെ പ്രതികരണം, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതുതന്നെയാണ്. അതായത് കൂടുതൽ പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യത പോലീസ് കാണുന്നുമുണ്ട്. എന്തായാലും ഇയാള് കോട്ടയത്ത് കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ച ഒരു പ്രധാന സ്ഥാപനം, സംസ്ഥാനത്ത് പലയിടത്തും ഇയാളുടെ സ്ഥാപനങ്ങളുടെ ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ ഇൻഡോക്യാൻ എന്ന പേരിൽ ആണ് ഇയാൾ സ്ഥാപനം തുടങ്ങിയത്. അതായത് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് വിവിധ നഴ്സിംഗ് വിസകളാണ് കൂടുതൽ. പിന്നീട് ഡ്രൈവർമാർക്ക് ഉൾപ്പെടെയുള്ള വിസകൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള തുകകൾ ഈടാക്കിയാണ്. അത് ഓഫീസ് തന്നെ പ്രവർത്തിച്ച ഓഫീസിലെ ജീവനക്കാരൊക്കെ വിളിക്കുന്നു. ആ നിലയിലാണ് ഈ പരാതിക്കാരൻ തന്നെ നേരത്തെ ന്യൂസ് 18നോട് പ്രതികരിച്ചതാണ് സാം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ആളുകൾ ഇങ്ങനെ വിളിച്ച് പിന്നെ സ്ത്രീകളടക്കമുള്ളവർ ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകുന്നു. അങ്ങനെയാണ് ആളുകളെ ഇതിലേക്ക് വലയിലേക്ക് വീഴ്ത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലാണ് കാര്യങ്ങൾ ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ആകെ 2-3 പേർക്ക് ഇയാൾ നൽകിയ മൊഴിപ്രകാരം 2-3 പേരെ മാത്രമാണ് കാനഡയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും വലിയ തട്ടിപ്പാണ്. ഇതിന്റെ വ്യാപ്തി എത്ര എന്നുള്ളത് കൂടുതൽ പരാതികൾ വന്ന ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തരുടെ കയ്യിലേക്ക് വരാൻ അതിനു മുൻപ് എങ്ങനെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നറിയണം. തട്ടിപ്പ് ഇരകളായ ചില ആളുകളുടെ പ്രതികരണത്തിലേക്ക്. ഇയാളുടെ രീതി എന്ന് പറഞ്ഞാൽ ഇയാൾ നേരിട്ടൊന്നും വരുന്നില്ല. നമ്മൾ ഇയാളുടെ പരസ്യം കണ്ട് ഇയാൾക്ക് ഒരുപാട് ഓഫീസുകളുണ്ട് കേരളത്തിൽ തന്നെ, പിന്നെ കേരളത്തിന് പുറത്തുമുണ്ട്. ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ വെച്ചിരിക്കുകയാണ്. അവർ സാർ എന്ന് പറഞ്ഞ് നമ്മളെ നിരന്തരം അങ്ങോട്ട് ആകർഷിച്ച് പൈസ മേടിക്കുക, ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലയിൽ വീഴ്ത്തുകയാണ്. അത് ഡ്രൈവർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, പിന്നെ പഠിക്കാൻ പോകുന്ന പിള്ളേരില്ലേ, അവരെയൊക്കെ ഞങ്ങളുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്ന പുള്ളിയുടെ മകനെ ഒരു വിദേശത്ത്, ഇവർക്കാർക്കും ആ കോളേജായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ കൊണ്ടുപോയിട്ട് കോളേജിൽ റിസപ്ഷനിൽ അവിടെ കണ്ടുകൊണ്ടിരുത്തി വെച്ച് ഇവരങ്ങ് പോയി. 73ഓളം പേരിൽ നിന്നായി 4 കോടി രൂപയോളം ഇയാൾ കബളിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ നാട്ടിൽ വന്നത് മനസ്സിലാക്കുന്നത് അയാളുടെ 2 പ്രോപ്പർട്ടി നാട്ടിലുണ്ട്. അത് വിറ്റ് പൈസയായിട്ട് തിരിച്ചു പോകാനായിട്ടാണ് വന്നത്. അതിൻ്റെ ഇടപാട് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. ആ സമയത്തായിരുന്നു പോലീസിൻ്റെ വലയിലാകുന്നത്. കൂടുതലായി അന്വേഷിച്ചതിൽ ഇയാൾക്ക് 73 പരാതിയും 18 FIRഉം ഇയാൾക്കെതിരെ നിലവിൽ കേരളത്തിൽ പല സ്റ്റേഷനിലും ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീജിത്ത്, കുറേ നാളുകളായി ഈ ജെയിംസ് കുട്ടി തട്ടിപ്പ് നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഓഫീസ് തുറന്ന് അവിടെ സ്റ്റാഫുകളെയൊക്കെ വെച്ച് ഇങ്ങനെ വലിയ രീതിയിൽ പണം തട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് ആളുകളെ മാത്രം, വിരലിലുണ്ടാകുന്ന ആളുകളെ മാത്രമാണ് ഇയാൾ വിദേശത്തേക്ക് കൊണ്ടുപോയിരുന്നത്. ഈ കേസിൽ ഇയാൾ മാത്രമാണോ പ്രതിയായിട്ടുള്ളത്? പോലീസിന്റെ ഇനി അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും?
പോലീസ് തീർച്ചയായും കൂടുതൽ പ്രതികളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ പൂർണ്ണമായും പോലീസ് പുറത്ത് വിട്ടിട്ടില്ല. ഇയാളുടെ സഹായികളായിട്ടുള്ളവർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന സംശയം പോലീസിനെ സംബന്ധിച്ച് ഉണ്ട്. എന്തായാലും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതാണ് ഇതിൽ നിർണായകമായത്. BSFന്റെ എൻഫോഴ്സ്മെന്റ് ടീമാണ് ഇയാൾ ഇങ്ങോട്ട് കടക്കുമ്പോൾ, ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ, ഇയാൾ കൊച്ചി പനങ്ങാടാണ് ഇയാളുടെ ഒരു പുതിയ വിലാസമുള്ളത്. ആ പനങ്ങാട് വീടുണ്ട്. ആ വീട്ടിലേക്ക് ഒക്കെ എത്തുക, ഇയാളുടെ സ്ഥലത്ത് ഈ നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടി സ്ഥലങ്ങളുണ്ട്, അതെല്ലാം വിൽക്കുക, വിറ്റ ശേഷം വീണ്ടും കാനഡയിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു ഇയാളുടെ തന്ത്രമെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് കോട്ടയത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. ഇയാളുടെ തട്ടിപ്പിന് കൂടുതൽ ആളുകൾ ഇരയായിട്ടുണ്ടോ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ, ഇയാളെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, അത്തരം വിവരങ്ങൾ എല്ലാം ഇനിയും എടുക്കേണ്ടതുണ്ട്. എന്നാലും പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് തന്നെ വലിയ തട്ടിപ്പാണ്. വലിയ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഒരു 100 കോടിയുടെ തട്ടിപ്പോ 1000 കോടിയുടെ തട്ടിപ്പോ ഒക്കെ നമ്മൾ വലിയ തട്ടിപ്പ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് ഇത്ര അധികം ആളുകളാണ്. ഇവരെല്ലാം സാധാരണ മനുഷ്യരാണ്. അവരൊക്കെ ജീവിതം എങ്ങനെയെങ്കിലും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കയ്യിലുള്ളതെല്ലാം നുള്ളിപ്പറക്കി കൊടുത്ത് വിദേശത്തേക്ക് ഒരു വിസ സംഘടിപ്പിച്ച് പോയി ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ച സാധാരണക്കാരെ, ഡ്രൈവർമാർ വരെയുള്ള ആളാണ്. കുറച്ചു മുമ്പ് സംസാരിച്ച സാം ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ മാത്രമാണ് കൊടുത്തത്. പക്ഷേ ഈ 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി വലുതാകുന്നത്. ഇത്ര അധികം പേരെ ഓഫീസുകൾ വെച്ച് തന്നെ വലയിലാക്കി തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല. അത് സംസ്ഥാനത്തൊട്ടാകെയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നുണ്ട്, ആലപ്പുഴ, അങ്ങനെ കൊല്ലം ജില്ല, അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ളവർ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും പോലീസ് മനസ്സിലാക്കിയത്. 1 വർഷം മുൻപ് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സമാന പരാതി വരികയും ഇയാളുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും അത് ഓഫീസ് സീൽ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇയാൾ കാനഡയെ പുറത്തായിരുന്നു. ഇതോടുകൂടിയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. എന്തായാലും ബംഗ്ലാദേശ് അതിർത്തിയിൽ വെച്ച് BSF പിടികൂടുന്നു. അതിനുശേഷം കേരള പോലീസിന്, ചിങ്ങവനം പോലീസിന് കൈമാറുകയായിരുന്നു. ഇനി മറ്റ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെയുള്ള പരാതികളൊക്കെ പരിശോധിച്ച് അവരുൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പരാതികളും ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത. ടോം. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം കേന്ദ്രീകരിച്ചാണ്, ചിങ്ങമനം കേന്ദ്രീകരിച്ചാണ് വലിയ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടന്നത്. കാനഡയിലേക്ക് ആളുകളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെന്നാണ് പരാതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.